നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് ഡിവൈൻ ഗൈഡൻസ് ആണ്. ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസ്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അത് സാമ്പത്തികമായിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചായിക്കോട്ടെ, മറ്റു ബന്ധങ്ങളെ ബേസ് ചെയ്തായിക്കോട്ടെ, മറ്റ് ഹെൽത്ത് പരമായ കാര്യങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് ഇന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്, ഇവിടെ തൊട്ട് മുന്നോട്ടേക്ക് എന്താണ് നിങ്ങളിനി കണക്റ്റ് ചെയ്ത് നിൽക്കേണ്ടത്, മനസ്സിലാക്കി നിൽക്കേണ്ടത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും കണക്റ്റ് ചെയ്താണ് നമ്മൾ റീഡിങ്സ് എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. റെസനേറ്റ് ആയിട്ടുള്ള പോസിറ്റീവായൊരു റീഡിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിനെ കുറിച്ചോ, പാസ്റ്റ് കർമ്മയെക്കുറിച്ചോ, അതുപോലെ ജീവിതത്തിലെ തടസ്സങ്ങൾ, പ്രതിസന്ധികൾ, എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, കുടുംബത്തിനുള്ളിൽ ഒരിക്കലും സമാധാനമില്ലായ്മ, അതുപോലെ മറ്റു ബന്ധങ്ങളിൽ കണക്ഷൻസ് ഇല്ലാതെ വരുന്നത്, കൂടാതെ തന്നെ മുന്നോട്ടേക്ക് എന്താണ് തീരുമാനം എടുക്കേണ്ടത്, ജോലി സംബന്ധമാകുന്ന കാര്യങ്ങളിലും എപ്പോഴും സ്ട്രെസ്, എനർജി, അവിടെയും മറ്റു വ്യക്തി ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസുകൾ, ഇതെല്ലാം നിങ്ങൾ വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മനസ്സിലാക്കി മുന്നോട്ടേക്ക് നിങ്ങൾക്ക് പോകാൻ നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ മാത്രം അതൊന്ന് ചെയ്തു നോക്കുക. എല്ലാവരും നമ്മുടെ റീഡിങ്സുകൾ എല്ലാ ദിവസവും ഫോളോ ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളെ കണക്റ്റ് ചെയ്തെടുക്കണം. ഇനി മുതൽ നിങ്ങളുടെ ഈ ഒരു എനർജിയെ ബേസ് ചെയ്ത് ഉള്ള കാര്യങ്ങൾക്ക് പരിഹാരം കൂടി നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. വീഡിയോസിൻ്റെ ലാസ്റ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പിന്നെ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുന്നത് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത് കേട്ടോ. അഫർമേഷൻസ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു പരിഹാരം തന്നെയായിട്ട് നമുക്ക് പറയേണ്ടി വരും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന നെഗറ്റിവിറ്റി എടുത്ത് കളഞ്ഞ് അത് വളരെ പുവറായിട്ട് ഏറ്റവും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ അട്രാക്റ്റ് ചെയ്ത് എടുക്കാനുള്ള ഒരു പവർ എനർജിയിൽ എത്തിക്കാനാണ് നമ്മൾ അഫർമേഷൻസ് എഴുതണം, അത് പ്രാക്ടീസ് ചെയ്യണം. അതൊരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ്. എഴുതും തോറും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ആഴത്തിൽ പതിയുമെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക തന്നെ ചെയ്യണം. റൈറ്റ് ഹീലിംഗ് ചെയ്യാൻ പറയുന്നത് നമ്മൾക്ക് മറ്റുള്ളവരോടുള്ള വിദ്വേഷം, നമ്മുടെ മനസ്സിൽ കിടക്കുന്ന ട്രോമ, പെയിൻ എനർജികൾ, അതിങ്ങനെ നമ്മൾ റിപ്പീറ്റ് ചിന്തിച്ച് അത് തന്നെ നമ്മൾ പോകുന്ന വഴി കൂടി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് പുതിയതൊന്നും കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ എനർജി ലോസായി പോകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞു പോയ കാര്യങ്ങളെ എഴുതി കത്തിച്ച് അത് അഗ്നിയിൽ സമർപ്പിച്ച് നിങ്ങൾ ശുദ്ധമാവുക, പോസിറ്റീവായി തീരുക. അതോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് മാറ്റം സംഭവിക്കും. പ്ലസ് നിങ്ങൾ ഈ അഫർമേഷൻസ് എഴുതുകയും കൂടി ചെയ്യുന്നതോടുകൂടി എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് വലിയ വലിയ സ്വപ്നങ്ങൾ കാണാനല്ല, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളതൊരു തമാശയായിട്ട് ഒരിക്കലും കാണണ്ട. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ 60 ദിവസം അല്ലെങ്കിൽ ഒരു 15 ദിവസം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയേ. ഈ പറഞ്ഞ കാര്യം റൈറ്റ് ഹീലിംഗ് ചെയ്ത് കത്തിച്ച് കളഞ്ഞ് നിങ്ങൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എടുത്തൊന്ന് പ്രാർത്ഥിച്ച് കുടിക്കുക. ഈ ജലം പോലും, വാട്ടർ പോലും ശക്തമാവുന്ന ഒരു എനർജിയാണ്. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിലേക്ക് നോക്കി നിങ്ങളുടെ ഒരു ആവശ്യം വളരെ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ഡെയിലി ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒരാഴ്ച വേണ്ട, നിങ്ങൾക്ക് ആ കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കും. അതായത് ഇനി ഒരിക്കലും നിങ്ങളെ കാണുകയോ നിങ്ങളിലേക്ക് വരികയില്ല എന്ന് ചിന്തിച്ചൊരു വ്യക്തി പോലും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് ആ വെള്ളത്തിലേക്ക് നോക്കി നിങ്ങളുടെ ആവശ്യം നടന്നു. അതായത് അഫർമേഷൻസ് രൂപത്തിൽ പറയണം. ഇന്ന കാര്യം എനിക്ക് നടന്ന് കിട്ടിയതിൽ ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു എന്ന് ഒരു 3 പ്രാവശ്യം പറഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുക. ഒറ്റ വലിക്ക് കുടിച്ചു തീർക്കണം കേട്ടോ. ഇങ്ങനെ രുചിച്ച് കുടിക്കരുത്. ഒറ്റ
വലിക്ക വെള്ളം കുടിച്ച് തീർത്ത് താങ്ക് യു യൂണിവേഴ്സ് എന്നൊന്ന് പറഞ്ഞു നോക്കിക്കോ. നിങ്ങൾക്ക് ചിലർക്കൊക്കെ ആ നിമിഷം തന്നെ ആ ഒരു കാര്യം സാധ്യമാകും. അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി അനുസരിച്ചായിരിക്കട്ടെ. നിങ്ങൾ വളരെ ശക്തമായിട്ട് നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്നവരാണെങ്കിൽ അതുപോലെ താമസം ഉണ്ടാവും നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ. ചിലപ്പോൾ ഈ 10-50 വയസ്സുള്ള വ്യക്തികൾ നമ്മൾ ജനിക്കുമ്പം തൊട്ട് നമ്മുടെ ഒരു അമ്മയുടെ ഉദരത്തിൽ നമ്മൾ സൃഷ്ടിക്കപ്പെടുമ്പം തൊട്ട് ആ അമ്മ അനുഭവിച്ച ആ കാര്യങ്ങളെ കണക്ട് ചെയ്ത് ആ ട്രോമയിലൂടെ ആയിരിക്കും നമ്മളുടെ ജനനം. അതിനെ തുടർന്ന് പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കും. പിന്നെ നമ്മൾ വളരും തോറും നമ്മളിലേക്ക് വരുന്ന ഓരോ ആഘാതങ്ങളും നമ്മളെ തളർത്തിക്കൊണ്ടിരിക്കും. ഇതെല്ലാം കണക്ട് ചെയ്ത് പൂർണ്ണമായിട്ടും ഒരു നെഗറ്റിവിറ്റിയിൽ നിൽക്കുന്ന വ്യക്തിക്ക് ഒരു പണത്തെ അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല, ബന്ധങ്ങളെ അട്രാക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റില്ല, ഹെൽത്ത് പോലും നമുക്ക് പവർഫുള്ളാക്കി എടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അവിടെയാണ് റൈറ്റ് ഹീലിംഗ് എന്ന് പറയുന്ന ഏറ്റവും വലിയ മെഡിസിൻ, മനസ്സിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു മെഡിസിനാണ് റൈറ്റ് ഹീലിംഗ്. അത് ചെയ്ത് നിങ്ങൾ കത്തിച്ച് കളയുക. അഫർമേഷൻസ് മറ്റൊരു മെഡിസിനാണ്. അത് നിങ്ങളുടെ ജീവിതത്തെ പുഷ്ടിപ്പെടുത്തും, മാറ്റങ്ങൾ വരുത്തും. അതും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തു നോക്കൂ. അതിന് ശേഷം കിടന്നിങ്ങനെ അത് നടന്നില്ല ഇത് നടന്നില്ല എന്ന് പറയുമ്പം നിങ്ങൾ വിശ്വാസത്തോടും ആത്മാർത്ഥതയോടും കൂടി ഒന്ന് ചെയ്തു നോക്കുക കേട്ടോ. ആ ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതിലൊക്കെ നമുക്ക് എന്ത് കാര്യവും പറയാം കേട്ടോ. ഞാൻ ഏറ്റവും പവർഫുള്ളായിട്ടും പോസിറ്റീവായിട്ടും സന്തോഷത്തോടു കൂടി ഇരിക്കുന്നതിന്, അതുപോലെ എന്നിലേക്ക് പണം അട്രാക്റ്റ് ചെയ്ത് എന്നിലേക്ക് പണം ഒഴുകി വരുന്നതിന്, ബന്ധങ്ങളിലെല്ലാം ദൃഢത ഉണ്ടാകുന്നതിൽ, എനിക്കെപ്പോഴും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കാൻ സാധിക്കുന്നതിന്. നമ്മളെപ്പോഴും വെള്ളം കുടിക്കുമ്പോൾ ജസ്റ്റ് അതൊന്ന് ആ വെള്ളത്തിലേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് അത് കുടിച്ചാലും മതി. ആൾക്കാരെ കേൾക്കുക ഉറക്കി ഒന്നും പറയണ്ട. അതൊക്കെ ചെയ്ത് നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തുക. നമ്മുടെ ജീവിതത്തിൽ നമുക്കല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബാക്കിയെല്ലാം കാഴ്ചക്കാർ മാത്രമായിരിക്കും. ചിലർ സന്തോഷിക്കും, ചിലർ ദുഃഖിക്കും, ചിലർ സഹതാപം പറയും. ഇത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്തു വന്നാലും, നല്ലത് വന്നാലും ചീത്ത വന്നാലും വേദന വന്നാലും എന്തു വന്നാലും നിങ്ങൾ മാത്രം അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ കൂടെ നിൽക്കുന്ന മക്കൾക്കോ പാർട്ട്ണർക്കോ പേരൻസിനോ സഹോദരങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ ഇവർക്കൊന്നും ഇതിൻ്റെ കുറച്ചിങ്ങ് തന്നേരെ എന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സ്വയം നമ്മളെ മാറ്റിയെടുക്കാൻ, ഒരു വിൽ പവർ എനർജിയിലേക്ക് ആക്കാൻ സ്വയം ശ്രമിക്കുക. അല്ലാതെ ഒന്നും സാധ്യമല്ല. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞത് ഞാൻ വാട്സപ്പിൽ കേട്ട് മടുത്ത കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക, അല്ലാത്തവർ കേൾക്കുക കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ കേൾക്കുക. ദ മൂൺ എനർജിയുടെ പ്രസൻസ് ആണ് വന്നിരിക്കുന്നത്. വളരെയധികം ഒരു ഡിപ്രഷൻ, ആൻസൈറ്റി എനർജിയിലൂടെയാണ് കുറേ ആളുകളുടെ എനർജി നിൽക്കുന്നതായിട്ട് കാണുന്നത്. മുന്നിൽ കടന്നു പോകാൻ വഴിയുണ്ടായിട്ടും പോകാതെ കഴിഞ്ഞുപോയ എന്തോ കാര്യത്തെ ചിന്തിച്ച് നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് കടന്നു പോകാം, നിങ്ങൾക്കൊന്നും ഭയപ്പെടാനില്ല. മുന്നിലെ നിങ്ങൾക്ക് ഡോറ് ഓപ്പണാണ്, നിങ്ങൾക്ക് മുന്നോട്ട് വഴിയുണ്ട്. നല്ല പൂർണ്ണതയായ തടസ്സങ്ങളില്ലാത്തൊരു പാത നിങ്ങൾക്ക് മുന്നിലുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല. കാരണം കഴിഞ്ഞുപോയ കാര്യത്തിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. മൂൺ എനർജിയുടെ പ്രസൻസ് ആണ്. മാതാവിന്, അമ്മയ്ക്ക് പ്രാധാന്യം കൊടുക്കുക. നിങ്ങളുടെ വിശ്വാസപ്രകാരം മാതാവിൻ്റെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ദേവി പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൊടുക്കുക. ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധ കൊടുത്താൽ അതിൻ്റെ സമയത്ത് നിങ്ങളുടെ സമയവും കാര്യങ്ങളുമൊക്കെ കണക്ട് ചെയ്ത്, അല്ലെങ്കിൽ ദേവീ മന്ത്രങ്ങൾ, അമ്മേ മാതാവേ എന്നുള്ള പ്രാർത്ഥനകൾ കാര്യങ്ങൾ ചൊല്ലുന്നതും എല്ലാം നിങ്ങൾക്ക് നല്ലതായിരിക്കും. കാരണം മൂൺ എനർജിയുടെ പ്രസൻസാണ്. ചന്ദ്രൻ മാതാവിന് പ്രാധാന്യമുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. സ്വയം ബന്ധനത്തിലായിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളെ ആരും ബന്ധിപ്പിച്ചിട്ടില്ല. നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ, നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലായ്മ, നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഇല്ലായ്മ, നിങ്ങൾ സ്വയം ഇരയാക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചിന്ത, ഇതെല്ലാം ഒരു ജസ്റ്റിസാണ്. കർമ്മ ബേസിൽ നിങ്ങൾ കറൻറ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ ഇതിനകത്ത് കുറച്ച് ആളുകളുടെ എനർജി വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത്. മാർച്ച് മാസത്തിൽ ജനിച്ച വ്യക്തികളെ സംബന്ധിച്ച് കുറച്ചധികം പ്രോബ്ലംസുകൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് തിരിച്ച് ചിന്തിക്കുക, പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ സ്വയം മാറ്റം വരുത്തുക. നിങ്ങളെ മറ്റാർക്കും
പ്രൊട്ടക്റ്റ് ചെയ്യാനോ സംരക്ഷിക്കാനോ സാധിക്കുകയില്ല. നിങ്ങളിൽ തന്നെയാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടത്. ഒപ്പം തന്നെ 5 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ബന്ധങ്ങളിൽ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങളിൽ നിന്ന് ആരോ മൂവ് ഓൺ ചെയ്തു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ സ്ഥാനത്ത് നിന്നും പുറത്തേക്ക് കടക്കാൻ പറ്റുന്നില്ല. നിങ്ങളിപ്പോഴും ആ ഒരു നഷ്ടത്തിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയില്ലാത്ത എന്തോ ഒന്ന് നിങ്ങളിൽ നിന്നും വിട്ടുപോയെന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല. ഇപ്പോഴും നിങ്ങൾ ആ ഒരു എക്സ്പെക്റ്റേഷനിൽ, പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. പക്ഷേ അതിനകത്ത് യാതൊരു ഫലവും കാണുന്നില്ല. 5 എനർജിയാണ് വന്ന് നിൽക്കുന്നത്. ഒരു പക്ഷേ 5 ഇയറോ 5 മന്ത്സോ ആയിട്ടുണ്ടാവാം നിങ്ങൾ ഈ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകുന്നു. ചിലരെ സംബന്ധിച്ച് 5 ഡേയ്സേ ആയിട്ടുണ്ടാവുള്ളൂ ഈ ഒരു മൂവ് ഓണിങ്, ഒരു ചീറ്റിംഗ് പ്രസൻസ്, അല്ലെങ്കിൽ ഒരു ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് റിലേഷൻ്റെ എനർജി മാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി പൊയ്ക്കൊണ്ടിരുന്ന സിറ്റുവേഷൻസാണ്. പക്ഷെ അവിടെ വളരെ ശക്തമാകുന്ന ഒരു ബ്ലോക്കേജ് സംഭവിച്ചിട്ടുണ്ട്, തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ റോങ് ഫീലിങ്സ് വന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾക്കിടയിൽ വിശ്വാസം നഷ്ടപ്പെട്ടതാണ് നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ വിട്ടുപോകാനുള്ള കാരണം. ഒരു പക്ഷേ തേർഡ് പാർട്ടി പ്രസൻസിന് ബേസ് ചെയ്താവാം നിങ്ങൾക്കിടയിൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ചിലരുടെ എനർജിയിലേക്ക് നോക്കുമ്പം കാണാൻ സാധിക്കുന്നത്, ഇന്നത്തെ ദിവസം കുറച്ച് ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ കാത്തിരുന്നൊരു കാര്യം ജസ്റ്റിസ് പോലെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ അത് സാമ്പത്തികപരമാകുന്ന ഒരു കാര്യമാവാം. നിങ്ങൾക്ക് സാമ്പത്തികപരമായ എന്തെങ്കിലും കാര്യത്തെ ഫോക്കസ് ചെയ്തിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ഒരു ആഗ്രഹം, നിങ്ങളുടെ പ്രതീക്ഷ, അത് നിങ്ങൾക്ക് ഇന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അർഹമാകുന്നത് നിങ്ങൾക്കിന്ന് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 4 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ടോട്ടലി ഇമോഷൻസിനാണ് കേട്ടോ ബ്ലോക്കേജ് സംഭവിച്ചിരിക്കുന്നത്. ഇമോഷണലി കുറേ ആളുകളുടെ പ്രതീക്ഷകൾ തകർന്നു പോയൊരു സിറ്റുവേഷൻസാണ്. ഒരു പക്ഷേ നിങ്ങളൊരു റീയൂണിയൻ, ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റീസ് എല്ലാം നിങ്ങൾ നൽകിയ ചില ഇടങ്ങളിൽ നിന്നും നിങ്ങൾക്ക് റിജക്ഷൻ ലഭിച്ചിരിക്കുന്നതായിട്ട് കാണുന്നു. അതായത് നിങ്ങളെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നതിനെ പോലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലും നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ളൊരവസ്ഥയിലേക്ക് നിങ്ങൾ മാറുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും ഒരു ജഡ്ജ്മെൻറ്റിങ് എനർജി. നിങ്ങൾക്ക് വേണ്ടത് ന്യായമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ന്യായം വേണം, ന്യായം നടപ്പിലാക്കപ്പെടണമെന്ന് നിങ്ങൾ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു റിജക്ഷൻ എനർജിയാണ്. കാരണം നിങ്ങൾ ഇമോഷണലി ഓക്കെ അല്ല. നമ്മൾ എത്രത്തോളം ഇമോഷണലി ഓക്കെ ആകുന്നുവോ അതനുസരിച്ച് മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് എന്തും വരികയുള്ളൂ. ഓപ്പർച്യൂണിറ്റീസുകൾ വന്നാലും നിങ്ങൾക്കത് കാണാൻ സാധിക്കാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ ഒന്നിലധികം സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങൾ അപമാനിക്കപ്പെട്ടിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഫലമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിപ്പോൾ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ഇമോഷണൽ ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു ഇമോഷണൽ ബാലൻസിലേക്ക്, അല്ലെങ്കിൽ ഒരു സെൽഫ് ലവ് എനർജിയിലേക്ക് നിങ്ങൾ ചേഞ്ച് ആവേണ്ടതായ കാര്യമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഒരു തടസ്സമോ കൺഫ്യൂഷനോ എന്താണ് ഇനി മുന്നോട്ടേക്ക് ചെയ്യേണ്ടത്, അതായത് നിങ്ങളുടെ മനസ്സിൽ ഒന്നിലധികം കാര്യങ്ങളോ ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഒരു ഇമോഷണൽ ബാലൻസാണ് ഇപ്പോൾ വേണ്ടത്. അതായത് നിങ്ങളോട് തന്നെ ഒരു റെസ്പെക്റ്റോട് കൂടി നിലനിൽക്കുക, നിങ്ങളിലൊരു വിശ്വാസം അർപ്പിക്കുക, പ്രതിസന്ധികളെ തരണം ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ഉറച്ച ദൃഢനിശ്ചയം നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ബൗണ്ടറി ഉണ്ടാവണം കേട്ടോ. ഇമോഷണൽ പരമാകുന്ന മറ്റ് കാര്യങ്ങളിലും മറ്റ് സിറ്റുവേഷൻസുകളിലേക്കും അമിതമായിട്ട് കണക്റ്റഡ് ആവാതെ ഒരു ബൗണ്ടറി തീർത്ത് നിൽക്കുക തന്നെ ചെയ്യണമെന്നാണ് എനർജിയിൽ കാണുന്നത്. 100% നിങ്ങളിൽ മാറ്റം വരും. നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവ് ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെ ഒന്ന് ആഴ്ന്നിറങ്ങി ചെല്ലാൻ സാധിക്കുന്ന, നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്കിവിടെ വന്നിരിക്കുന്നത് 4 ഓഫ്
സോഴ്സിൻ്റെ എനർജിയാണ്. ഫോറുകളുടെ എനർജി കൂടുതലുണ്ട്. രാഹു പ്രസൻസും ബുധൻ്റെ എനർജിയുടെ പ്രസൻസും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. നമുക്ക് മിഥ്യാധാരണകളിൽ, അതായത് മറ്റുള്ള ആവേശത്തിന് പുറത്ത് എന്തിലും ചെന്ന് ചാടാൻ നിങ്ങൾക്ക് തോന്നിക്കും. പക്ഷേ അവിടെ ബുധൻ്റെ എനർജി ഉള്ളതുകൊണ്ട് ശരിക്കും ബുദ്ധിപൂർവ്വം ആലോചിച്ച് നിങ്ങൾ കാര്യങ്ങൾക്ക് തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും. ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസുകളും മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളുമെല്ലാം നിങ്ങളെ വീഴ്ത്തിക്കളയാൻ ഇടവരുത്തുന്ന ഒരു ദിവസം കൂടിയാണ്. പ്ലസ് നിങ്ങൾക്കവിടെ പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ടേക്ക് കണക്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കുക. ഇവിടെ നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് 4 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഒന്നിലധികം പ്രശ്നങ്ങളെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്, തരണം ചെയ്യുന്നുണ്ട്. മനസ്സിനകത്ത് ഒരുപാട് ടെൻഷൻസുകളുണ്ട്. മറ്റാരോടൊക്കെയോ നിങ്ങൾ കൂടെ ഉള്ളവരോട്, ഫാമിലിയിൽപ്പെട്ടവരോട് ഹൈഡ് ചെയ്യുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്ക് എവിടെയോ ഒരു ചീറ്റിംഗ് പ്രസൻസ്, അതായത് ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒരു ഇംബാലൻസിങ് എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും പുറത്ത് കടക്കേണ്ട സമയമായി. അതായത് മറ്റെവിടെയെങ്കിലും നിങ്ങളെ ഒന്ന് ട്രാപ്പിലാക്കുകയോ പെടുത്തുകയോ നിങ്ങൾക്കൊരു പവർ ലോസിങ് വരുത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഹൈഡ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലാണ് കറൻറ്റ്ലി എങ്കിൽ നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ പവർഫുൾ ആവുക കേട്ടോ. പ്രശ്നങ്ങളെ ദീർഘവീക്ഷണത്തോടു കൂടി കണ്ട് പ്രതിരോധിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക എന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു 3 ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. 3 ഓഫ് വാൻസിൻ്റെ എനർജി. തീർച്ചയായിട്ടും ഒരു ട്രാവലിങ്ങിൻ്റെ പ്രസൻസ് വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു പക്ഷേ വിദേശത്തേക്കുള്ള ഒരു ട്രാവലിംഗ് ആവാം, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലേക്കാവാം. നിങ്ങൾക്കതിന് വേണ്ട ഒരു സമയമായിട്ടുണ്ട് കേട്ടോ. അതായത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്തിരുന്നുവെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ആ ഒരു ഗുണം നിങ്ങളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ അതിനുള്ള സമയം നിങ്ങൾക്ക് വന്നു ചേരുന്നു. നിങ്ങൾക്കാണിനി നെക്സ്റ്റ് ചാൻസ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെ കുറച്ച് ആളുകളെ സംബന്ധിച്ചൊരു സൺറൈസിങ് ആണ് കേട്ടോ. ഒരു റീയൂണിയൻ പ്രസൻസ് വരുന്നുണ്ട്. ഒരു പക്ഷേ പാസ്റ്റ് ലൈഫിലെ ആവാം, മുൻകാലങ്ങളിലേതാവാം, ചൈൽഡ്ഹുഡ് കാലഘട്ടത്തിലേതാവാം. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന, ഇമോഷണൽ ബാലൻസ് നൽകുന്ന, നിങ്ങളെ തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു പേഴ്സണിൻ്റെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്കുള്ള, അതായത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കണക്റ്റഡ് ആകുന്നു. അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ വളരെ പോസിറ്റീവായതും ഇമോഷണൽ ബാലൻസോട് കൂടിയ ഒരു പാസ്റ്റ് എനർജിയെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിന് സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നു. പഴയ ഓർമ്മകളെ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്. പഴയ ചില വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പഴയ ചില സ്നേഹങ്ങളുടെയും ബന്ധങ്ങളുടെയും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പോസിറ്റീവായൊരു സൺറൈസിങ് എനർജി ഇന്ന് ജീവിതത്തിലുണ്ട്. പിന്നെ നമുക്ക് വന്നിരിക്കുന്ന ജഡ്ജ്മെൻറ്റിംഗ് ആണ് കേട്ടോ. ഒരു സ്വപ്നം റിയാലിറ്റി ആകുന്നു. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് കൊണ്ടു നടന്ന ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നു. നിങ്ങളുടെ ഒരു ആഗ്രഹ സാഫല്യം ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കും. ഒരു പക്ഷേ നിങ്ങൾക്ക് എന്നാ പറയുക, മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾ ഉറച്ച് തീരുമാനിച്ചിരുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നു, നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ദ മജീഷ്യൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഒരു മാജിക്കൽ ലൈഫായിരിക്കും കേട്ടോ. പല കാര്യങ്ങളും പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുന്നതായിട്ട് കാണുന്നു. ആവശ്യമുള്ളത് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും അത് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതായിട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് പുതിയൊരു തുടക്കമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പുതിയൊരു തുടക്കത്തിൻ്റെ സമയമായി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജീവിതം മാറുന്നു, ജീവിതത്തിൽ വലിയൊരു മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് കേട്ടോ. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായ അബണ്ടൻസ് എനർജിയിലൂടെ കടന്നു പോകാൻ പറ്റുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ദെയർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറയുന്നുണ്ട്. നമുക്കിവിടെ പറഞ്ഞിരിക്കുന്നത് ഇതിലും നല്ല മറ്റു പല കാര്യങ്ങളും നിങ്ങളെ തേടി വരുന്നുണ്ട്. ദെയർ ഈസ് സംതിങ് ബെറ്റർ.
ഇതിലും നല്ലത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു, അബണ്ടൻസ് വരുന്നു. അതായത് ഇന്ന് വരെ നിങ്ങളിപ്പോൾ ഏത് അവസ്ഥയിലാണോ അതിനെ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. ബി അസേർട്ടീവ് എന്ന് പറയുന്നുണ്ട്, ഉറച്ച തീരുമാനങ്ങൾ കേട്ടോ. നിങ്ങൾക്കൊരു ഉറച്ച തീരുമാനം ലൈഫിൽ ഉണ്ടാകണം എന്നാണ് കാണുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും എഫോർട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കരുത് കേട്ടോ. എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും നിങ്ങളൊരു പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളയരുത്. നിങ്ങൾ എഫോർട്ട് എടുക്കുക, നിങ്ങൾക്ക് അർഹതയുള്ളത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതായത് മടുപ്പ് തോന്നരുത്, പുറകോട്ട് തിരിഞ്ഞ് നടക്കരുതെന്നാണ് കാണിക്കുന്നത്. അതുപോലെ നോ വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഓൾഡായ ചില ലേഡി പ്രസൻസുകൾ, ഒരു വിഡോ എനർജി ആവാം, മദർ എനർജി ആവാം, നിങ്ങൾക്ക് മുന്നിൽ ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന രീതിയിലോ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലോ ആരെങ്കിലും കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾഡ് വുമൺ എനർജിയാണ് കാണിക്കുന്നത്. ഒരിക്കലും നിങ്ങൾ തിരിച്ച് പ്രതികരിക്കരുത്, അവിടെ സൈലൻ്റ് ആവണമെന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ലുക്ക് ഫോർ എ സൈൻ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച തടസ്സങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാനസിക പിരിമുറുക്കങ്ങളും എല്ലാം അവസാനിക്കുകയാണ് കേട്ടോ. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാകും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമാകുന്ന ചില മാറ്റങ്ങൾ നിങ്ങൾ കാണുന്നു, അല്ലെങ്കിൽ ശക്തമാകുന്ന ചില ചേഞ്ചസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യുകയാണ്. ഇത്രയും നാൾ നിങ്ങൾക്കിടെ ലൈഫിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തടസ്സങ്ങളും ശത്രുദോഷങ്ങളും അതുപോലെ തന്നെ ഇമോഷണൽ പ്രോബ്ലംസുകൾ, അതായത് നമുക്ക് തന്നെ നമ്മളോട് വിശ്വാസമില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുമല്ലോ, ആ സിറ്റുവേഷൻസുകളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം കൊണ്ട് അവസാനിക്കുകയാണ്. അതിനുള്ള ചില സൈനുകൾ, ചില സ്റ്റാർട്ടിങ് ടൈമാണ്, ചില പുതിയ തുടക്കങ്ങൾ നിങ്ങൾക്കിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ.